നമസ്കാരം. എൻ്റെ വായനയിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ടീച്ചറമ്മയും കുട്ടിയുമുണ്ട്. കുട്ടിയുടെ പേര് ടെഡി. ടീച്ചർ അറിയപ്പെടുന്നത് മിസ്സിസ് തോംസൺ എന്നാണ്. ഈ കുട്ടി അവരുടെ ക്ലാസ്സിൽ സന്തോഷവാനല്ലായിരുന്നു. പലപ്പോഴും പഠനത്തിൽ അവൻ്റെ ശ്രദ്ധ കുറഞ്ഞു വന്നിരുന്നു. നിരാശയുടെ നിഴലുകൾ അവൻ്റെ മുഖത്ത് സ്ഥിരതാമസമാക്കിയിരുന്നു. പലപ്പോഴും നല്ല മാർക്കൊന്നും അവന് ലഭിച്ചിരുന്നില്ല. എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ടിരുന്ന ആ ടീച്ചർക്ക് പക്ഷേ ടെഡിയോട് വലിയ സ്നേഹമോ താല്പര്യമോ ഒന്നും തോന്നിയിരുന്നില്ല. ഒരു ക്രിസ്മസ് കാലം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ടീച്ചർക്ക് ക്രിസ്മസ് സമ്മാനം കൊടുക്കും. അന്ന് സമ്മാനങ്ങളുമായി എല്ലാ കുട്ടികളും എത്തി. ഓരോരുത്തരും അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ല സമ്മാനങ്ങൾ അത് ആഡംബരമായിട്ട് പൊതിഞ്ഞാണ് സമർപ്പിച്ചത്. എന്നാൽ ടെഡി ഒരു പത്രക്കടലാസിലാണ് ടീച്ചർക്ക് കൊടുക്കാനുള്ള അവൻ്റെ സമ്മാനം പൊതിഞ്ഞുകൊണ്ട് വന്നത്. മറ്റു കുട്ടികളൊക്കെ അവനെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ടീച്ചറിനും അവനോട് അല്പം നീരസം തോന്നിയിരുന്നു. എല്ലാവരും നല്ല നിറമുള്ളതും മനോഹരമായതും തിളക്കമുള്ളതുമായ കടലാസിൽ പൊതിഞ്ഞ് സമ്മാനം നൽകുമ്പോൾ പത്രക്കടലാസിൽ സമ്മാനം പൊതിഞ്ഞു കൊണ്ടുവരുന്ന അവനോട് വലിയ താല്പര്യമൊന്നും ടീച്ചർ കാട്ടിയില്ല. എന്നാൽ ടെഡി ടീച്ചറുടെ അടുത്തെത്തി പത്രക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം ടീച്ചറുടെ കൈക്കുമ്പിളിൽ വെച്ചു കൊടുത്തു. ടീച്ചർ പതുക്കെ ആ പൊതി തുറന്നു. അതിൽ പകുതിയായ ഒരു പെർഫ്യൂം കുപ്പിയും പഴകിയ മുത്തുകളൊക്കെ അടർന്നു പോയ ഒരു ബ്രേസ്ലെറ്റുമായിരുന്നു. എന്നാൽ ടീച്ചർ അവൻ്റെ സമ്മാനത്തെ നിരസിച്ചില്ല. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായ ടെഡി അവൻ്റെ എല്ലാമായിരുന്ന അമ്മ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം കുപ്പിയും ബ്രേസ്ലെറ്റുമായിരുന്നു ടീച്ചറിന് സമ്മാനിച്ചത്. അവൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് ടീച്ചർ മനസ്സിലാക്കി. ടീച്ചർ ഉടനെ തന്നെ ആ പെർഫ്യൂം ബോട്ടിലെടുത്ത് താൻ അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തളിച്ചു. ബ്രേസ്ലെറ്റ് എടുത്ത് കയ്യിലണിഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിസ്സിസ് തോംസൺ എന്ന ടീച്ചർ ടെഡി എന്ന കുട്ടിയെ തന്നോട് ചേർത്ത് നിർത്തി. ടെഡി അപ്പോൾ പറഞ്ഞു, ടീച്ചറിനിപ്പോൾ എൻ്റെ അമ്മയുടെ മണമാണ്. അമ്മയെക്കുറിച്ചുള്ള സ്മരണകളിൽ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത്രയും നാൾ വരെ അവനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്നോർത്ത് ടീച്ചർ വല്ലാതെ ദുഃഖിച്ചു. അവൻ്റെ മുൻ ക്ലാസ്സുകളിലെ പ്രോഗ്രസ് റിപ്പോർട്ട് ടീച്ചർ പരിശോധിച്ചു. ആദ്യമൊക്കെ അവൻ പഠിക്കാൻ വളരെ സമർത്ഥനായിരുന്നു. എന്നാൽ അമ്മ രോഗിയായി തുടങ്ങിയപ്പോഴാണ് അവൻ പഠനത്തിൽ പിന്നോക്കം പോയത്. അമ്മയുടെ മരണശേഷം അവൻ കൂടുതൽ നിരാശനാവുകയും പഠനത്തിൽ നിന്ന് ഒത്തിരി പിന്നോക്കം പോവുകയും ചെയ്തു. എന്നാൽ അവരൊരു തീരുമാനമെടുത്തു. അന്നു മുതൽ അവനെ കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും ആ ടീച്ചർ തുടങ്ങി. അവൻ ആ സ്കൂളിൽ നിന്ന് മാറി വേറെ സ്കൂളിൽ ചേർന്നു. ഹൈസ്കൂൾ പഠനം പൂർത്തിയായപ്പോൾ അവൻ ടീച്ചറിന് ഒരു കത്തെഴുതി. എൻ്റെ ഹൈസ്കൂൾ പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയെന്നും ഞാൻ ആദരിക്കുന്ന ഏറ്റവും നല്ല വ്യക്തി എൻ്റെ ടീച്ചർ അമ്മയാണെന്നുമായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. പിന്നീട് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കത്ത് വന്നു. അവൻ്റെ കോളേജ് പഠനമൊക്കെ അവൻ ഭംഗിയായി നിർവഹിച്ചു ഉന്നത വിജയം നേടിയതായി അറിയിക്കുന്ന കത്തായിരുന്നു. അതിലും അവർ കുറിച്ചു, എൻ്റെ പ്രചോദനം എൻ്റെ ടീച്ചർ അമ്മയാണെന്ന്. പിന്നീട് കുറേ കാലം കൂടി കഴിഞ്ഞപ്പോൾ ഒരു കത്ത് വന്നു. ആ കത്തിൽ അവൻ്റെ പേരിനൊപ്പം MD എന്ന ഒരു ബിരുദനാമം കൂടി ഉണ്ടായിരുന്നു. അവൻ മികച്ച ഒരു ഡോക്ടറായി തീർന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്നത് അവൻ്റെ വിവാഹത്തിൻ്റെ ക്ഷണക്കത്താണ്. ഇതിനിടയിൽ അവൻ്റെ അപ്പൻ മരിച്ചു പോയിരുന്നു. അവൻ്റെ വിവാഹക്കത്തിൽ ടീച്ചറോട് പ്രത്യേകമായ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു അവന്. വിവാഹ ശുശ്രൂഷ നടക്കുന്ന സന്ദർഭത്തിൽ
മാതാപിതാക്കൾക്ക് ഇരിക്കാൻ ഏറ്റവും മുൻപിലായി 2 കസേരകൾ ഇടാറുണ്ട്. തൻ്റെ അമ്മ ഇരിക്കേണ്ട കസേരയിൽ ടീച്ചർ വന്നിരുന്ന് തങ്ങളെ അനുഗ്രഹിക്കണമെന്നാണ് അതിലപേക്ഷിച്ചിരുന്നത്. അത് വായിച്ച് ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ടീച്ചർ ആ വിവാഹത്തിന് പോയി. അവർ അണിഞ്ഞിരുന്ന വസ്ത്രത്തിൽ ടെഡി പണ്ടു നൽകിയ പെർഫ്യൂം തളിച്ചിരുന്നു. ടെഡി പണ്ട് നൽകിയ മുത്തുകൾ പലതും നഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റും അവർ കയ്യിൽ അണിഞ്ഞിരുന്നു. വിവാഹം നടക്കുന്ന സ്ഥലത്ത് ടീച്ചർ എത്തി. ടെഡി അവരുടെ അടുക്കലേക്ക് ഓടിയെത്തി. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. ടെഡി അവരുടെ ചെവിയിൽ പറഞ്ഞു, ടീച്ചർ അമ്മേ, എന്നെ ഒത്തിരി സ്നേഹിച്ചതിന് ഒത്തിരി നന്ദി. ടീച്ചറിൻ്റെ സ്നേഹമാണ് എന്നെ രക്ഷിച്ചത്, എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടെഡി, യഥാർത്ഥത്തിൽ ഞാൻ നിന്നെയല്ല, നീ എന്നെയാണ് രക്ഷിച്ചത്. നിന്നെ മനസ്സിലാക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ഒരു നല്ല അധ്യാപിക ആയിരിക്കുകയില്ല. എന്നെ നല്ലൊരു അധ്യാപികയാക്കിയത് നീയാണ്. അതിന് ഞാൻ നിന്നോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. പരസ്പരം മനസ്സിലാക്കുന്നിടത്താണ് ജീവിതം ഏറെ ധന്യമാകുന്നത്. അതുകൊണ്ടാണ് ഒരു പറച്ചിലുണ്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ മെയിൻ ബാക്ക് ബോൺ ഓഫ് എവരി ഹാപ്പി റിലേഷൻഷിപ്പ്. എല്ലാ സന്തോഷമുള്ള ബന്ധങ്ങളുടെയും അടിസ്ഥാനം പരസ്പരമുള്ള ഒരു മനസ്സിലാക്കലാണ്. മഹാത്മാഗാന്ധി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, റിലേഷൻഷിപ്സ് ആർ ബേസ്ഡ് ഓൺ 4 പ്രിൻസിപ്പിൾസ്: റെസ്പെക്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, അക്സെപ്റ്റൻസ് ആൻഡ് അപ്രീസിയേഷൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിലാക്കൽ പ്രക്രിയ തന്നെയാണ്. നമ്മൾ പലപ്പോഴും വളരെയേറെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കുന്നതിൽ. ചിലപ്പോൾ ചിലതൊക്കെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോഴേക്കും സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കും. പരസ്പരം മനസ്സിലാക്കപ്പെടാതെ ഈ ഭൂമുഖത്ത് നിന്ന് കൊഴിഞ്ഞുപോയ എത്രയോ പേരുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയാകാതിരിക്കാൻ ഒന്ന് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ മേഖലകളിലും, ഓരോ തൊഴിലിടങ്ങളിലും, ജീവിത തുറകളിലും, കുടുംബങ്ങളിലുമൊക്കെ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നമുക്ക് തുടങ്ങാം. എത്ര ഹൃദ്യമായി മാറും. ടെഡി എന്ന് പറയുന്ന കുട്ടിയെ ടീച്ചർ തിരിച്ചറിഞ്ഞ നിമിഷവും ടീച്ചറിൻ്റെ സ്നേഹം കുട്ടി മനസ്സിലാക്കിയ നേരവും നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. പിന്നീട് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റമൊന്ന് ഓർത്ത് നോക്കിക്കേ. ശരിക്കും ഇതിനു പറയുന്ന പേരാണ് അത്ഭുതമെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. അവരുടെ ഹൃദയം വിശാലമാവുകയായിരുന്നു. അവർ പരസ്പരം ഉൾക്കൊള്ളുകയായിരുന്നു. അവർ വളരുകയായിരുന്നു. എവിടെ മനസ്സിലാക്കലുണ്ടോ അവിടെ സ്വർഗം സൃഷ്ടിതമാവുകയാണ്. ദലൈലാമ പറയുന്നുണ്ട്, ഓൺലി ദ ഡെവലപ്മെൻറ്റ് ഓഫ് compassion and understanding for others can bring us the tranquility and happiness we all seek. പരസ്പരം മനസ്സിലാക്കുന്നവരുടെ ജീവിതത്തിൽ സമാധാനവും നന്മയും ഉണ്ടാകും. ആ സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. എല്ലാ സ്നേഹത്തിനും പിന്നിൽ പരസ്പരമുള്ള നിസ്വാർത്ഥമായൊരു മനസ്സിലാക്കൽ പ്രക്രിയയുണ്ട്. അത് നിർവഹിക്കുവാൻ ഈ ഭൂലോകത്ത് നമുക്കൊക്കെ സാധ്യമാകട്ടെ. ഒരു നിമിഷം നമുക്ക് ഹൃദയകണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കുറവും ബലഹീനതയും തിരിച്ചറിഞ്ഞിട്ടും സ്നേഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ അനശ്വരമായ നാമത്തിൻ്റെ മുൻപാകെ ഞങ്ങളിതാ മനസ്സു വണങ്ങി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ ലോകത്ത്
തിരിച്ചറിയപ്പെടാൻ കഴിയാതെ അനേകർ നിരാശരായി ജീവിക്കുന്നുണ്ട്. എന്നാൽ മരുഭൂമിയിൽ പെയ്തു വീഴുന്ന മഴയ്ക്ക് പുതുജീവൻ സമ്മാനിക്കാൻ കഴിയുന്ന പോലെ അനേകരെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതം വസന്തം നിറഞ്ഞതായി മാറുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. യേശുവേ, ഇനിയും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ പലരെയും തിരിച്ചറിയപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, ദൈവമേ, ആ അന്ധതയുടെ അനുഭവം ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. തിരിച്ചറിയൽ പ്രക്രിയയിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾക്കിടയിൽ വസന്തമുണ്ടാകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരസ്പരം മനസ്സിലാക്കുന്ന ഒരു തലമുറ ഞങ്ങളുടെ കുടുംബങ്ങളിൽ രൂപപ്പെട്ടു വരണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.